ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പറയാവുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. +1 ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ. അതിലെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ്, പിന്നെ 3 ഡൊമെയിൻസിൻ്റെ ഒരു ചെറിയ കൺസെപ്റ്റ്, പിന്നെ ഓരോ കിങ്ഡം വൈസ് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, കിങ്ഡം മൊണീറ, പിന്നെ പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, പിന്നെ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ, പിന്നെ ഇതിലൊന്നും പെടാത്ത വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്, ലൈക്കൻസ്, ഇവരുടെയൊക്കെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ്റെ മെത്തേഡ്സില്ലേ, അവിടുത്തെ ഒരു ചെറിയ ബോക്സില്ലേ ടെക്സ്റ്റ് ബുക്കിലെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ ആ ബോക്സ് നമുക്ക് എളുപ്പപ്പെടും. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ മെത്തേഡ്സ്, അപ്പം ഓരോ കിങ്ഡം അതിനെങ്ങനെ നമ്മൾ വേർതിരിക്കുന്നത്, അത് ഉപകാരപ്പെടും. പിന്നെ മൊണീറയുടെ കാര്യത്തിൽ മെയിനായിട്ട് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് പഠിച്ചാൽ തന്നെ ധാരാളമാണ്. പിന്നെ ഓരോന്നിൻ്റെയും പിന്നെ നമ്മൾ ചെറിയ ചെറിയ ടെക്സ്റ്റ് ബുക്കിലൊരു പോയിൻറ്റ്സ് ഉണ്ട്, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അതിനൊക്കെ കുറേ ചോദിക്കും. ഈ ബാക്ടീരിയയെ പറ്റി അതിന് ഹെട്രോട്രോഫ്സ് ആണ്, അത് മെജോറിറ്റി ഹെട്രോട്രോഫ്സ് ആണ്, അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതെപ്പോഴും കരുതി വയ്ക്കുക. പിന്നെ പ്രൊട്ടിസ്റ്റയുടെ 4 ക്ലാസിഫിക്കേഷൻസ്, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, പിന്നെ പ്രോട്ടോസോവൻസ്, പിന്നെ സ്ലൈം മോൾഡ്സും ഉണ്ട്. അപ്പം ഇവർ മൂന്നിനും അതിൻ്റെ എക്സാമ്പിൾസ് മെയിനായിട്ട് ഓർത്ത് വെച്ചാൽ തന്നെ ഏറ്റവും നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടും. പിന്നെ അതിന് ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്ന കാര്യത്തിൽ ഇങ്ങനെ ഫ്രൂട്ടിങ് ബോഡീസും അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും. ഫഞ്ചൈൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ്, പിന്നെ അതിൻ്റെ സ്പോസ്, ഓരോ ക്ലാസ്സിൻ്റെ സ്പോസ് നോക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഫൈക്കോമൈസീഡ്സും ആസ്കോമൈസീഡ്സിൻ്റെയും വെസ്റ്റിമൈസിൻ്റെയും ഡ്യൂട്രോമൈസീഡ്സിൻ്റെ സ്പോസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് അസെപ്റ്റേറ്റ് ആണോ സീനോസൈറ്റിക് ആണോ, അങ്ങനെയൊക്കെ ആ രീതിയിലുള്ള. പിന്നെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിൽ എക്സാമ്പിൾസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റേയും ആനിമേലെയും ഈ ചാപ്റ്ററിലായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബാക്കി 2 ചാപ്റ്ററുകൾ വഴിയാണ് നമുക്ക് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അപ്പം അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് ഈ വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ്, അതിൻ്റെ ഈ വൈറസിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായ ഓരോ സയൻറ്റിസ്റ്റുമാരുടെ വർഷങ്ങളും ആ സയൻറ്റിസ്റ്റുമാരുടെ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് കുറേ വായിച്ചാൽ കൺഫ്യൂഷൻ മാറുകയുള്ളൂ. അപ്പോൾ എപ്പോഴും അത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോരുത്തരും ഏതൊക്കെ വർഷങ്ങളിലാണ് ചെയ്തത്. വൈറോയിഡ്സും പ്രയോൺസും ലൈക്കൻസും വലിയ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ സമ്മറിയിൽ അവസാനത്തെ ആ പോയിൻ്റില്ലേ, എന്താ പറയുക, ഇതിലൊന്നും ഉൾപ്പെടുത്താത്തവരാണ് എന്ന് പറയുന്നത് നമുക്ക് ആ ലിവിങ് കൺസെപ്റ്റുകളില്ലേ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ ലൈക്കൻ ലിവിങ് ആണ്, നോൺ ലിവിങ് നല്ല. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും, നോൺ ലിവിങ് ആണോ അല്ലയോ എന്നൊരു വരും. അത് നോൺ ലിവിങ് അല്ല, ലിവിങ് തന്നെയാണെന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ സമ്മറിയിൽ ആ കൺസെപ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തത്തിൽ ബയോളജി ക്ലാസിഫിക്കേഷൻ നമുക്ക് ഈ ചാപ്റ്ററായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ആ ഫംഗൈൻ്റെ കൺസെപ്റ്റ്സും അത് വെച്ച് ബേസ് ചെയ്ത്, ആ പ്ലാന്റേയും ആനിമേലിയുടെ സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. പിന്നെ വൈറസിൻ്റെ ആ ഭാഗങ്ങൾ, വൈറസ്, ആ ഒരു കിങ്ഡത്തിൽ വരാത്ത കാര്യങ്ങളില്ലേ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്.